സത്യഭാമയുടെ സ്വത്തും അരവിന്ദ സ്വാമിനാഥന്റെ മുഴുവൻ സ്വത്തും 2 തട്ടിൽ വെച്ചാൽ സത്യഭാമയുടെ സ്വത്തിന്റെ തട്ടേ താന്നു നിൽക്കൂ. ബോട്ടുടമയുടെ മകനുമായുള്ള ശ്യാമയുടെ കല്യാണ മുഹൂർത്തത്തിൽ രോഹിത്തും ശ്യാമയും കെട്ടിപ്പിടിച്ചു കിടക്കുന്ന ഫോട്ടോ എവിടെ നിന്നോ പൊങ്ങി വരുന്നു. സോറി, എവിടെ നിന്നോ അല്ല, ശാലിനിയുടെ സ്റ്റാർ ഹോട്ടലിലെ ഒരു റൂമിൽ നിന്ന്. ആ ഹോട്ടലിന്റെ ഉടമയും ഇപ്പോ ശാലിനി തന്നെ അല്ലേ ഭാമേ? നീ കാൽ ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണ് പോലും ശാലിനി JCB കൊണ്ട് തോണ്ടിയെടുത്ത് നിന്നെ അടക്കം വിൽക്കും ഭാമേ. അപ്പോഴേ നീ പഠിക്കൂ. അന്ന് ശ്യാമയുടെ കല്യാണം മുടക്കിയ ആ ഫോട്ടോ ഉണ്ടല്ലോ, അതും ശാലിനിയുടെ തന്നെ പ്ലാനായിരുന്നു. സ്വന്തം ഹോട്ടലിൽ വെച്ച് ശാലിനി എന്തോ മയക്കുമരുന്ന് നൽകി പകർത്തിയ ഫോട്ടോകൾ ആ പയ്യന്റെ അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും അറിയില്ല അതാരാണ് അയച്ചതെന്നോ പകർത്തിയതെന്നോ. അത് വെച്ചാണ് അവള് കല്യാണം മുടക്കിയത്. ആ പെണ്ണിനും ശ്യാമയ്ക്കുമുണ്ടായിരുന്നു ഇതിലൊരു മനസ്സറിവ്. പക്ഷേ മിടുക്കിയ അവള് ശാലിനിയെ പോലെ തന്നെ അവളും ഭർത്താവിനെ കയ്യിലെടുത്തു. ശ്യാമയുടെ പാദദാസനാണ് ഭാമേ ഇപ്പവൻ. അവളെ പേടിച്ചും ഭയന്നുവാ നിന്റെ ദത്തുപുത്രൻ ഓരോ നിമിഷവും കഴിയുന്നത് ഒരു കാവൽ പട്ടിയെ പോലെ. നിങ്ങളിൽ ഒരാളുടെ തല വെട്ടിയെടുത്ത് അവളുടെ കാൽക്കൽ വെക്കണമെന്ന് ഇപ്പോഴവൾ പറഞ്ഞാൽ നിങ്ങളുടെ ദത്തുപുത്രൻ അതും ചെയ്യും. സംശയമുണ്ടെങ്കിൽ ഞാൻ നിനക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസും അയച്ചു തരാം. അതൊന്ന് കണ്ടു നോക്ക്. അതില് നല്ല വൃത്തിയായിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആരാണെന്നും ഇവിടെ നടക്കുന്നത് എന്താണെന്നും. പങ്കജം, എന്റെ ഫോണിങ് എടുത്തോണ്ട് വാ. ഞാൻ റിങ് കൊടുക്കും മുമ്പേ അവള് ഫോട്ടോസും വീഡിയോസും അയച്ചു കഴിഞ്ഞോ? ആ, കണ്ടു നോക്ക്. ഇതോടെ ശാരദാമ്മയുടെ മക്കൾ രണ്ടും ഭാമയുടെ വീടിന് പുറത്ത്. ശാലിനി എന്ന വലങ്കൈ അരിഞ്ഞാൽ ആ നിമിഷം നിന്റെ തലയാവും ഭാമേ നിലത്തുരുളുക. എങ്ങനുണ്ട് ഭാമേ?